ഹലോ നമസ്കാരം. നമ്മളേ ഇന്നലെ രാത്രിയോടെ വന്നതാട്ടോ. അപ്പം നമ്മൾ നേരം പുലരാറായി. അപ്പോൾ നമ്മൾ പകൽ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം അല്ലേ. അപ്പോൾ രാവിലെ ഇപ്പം 5-5:30 മണിയായിട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. എല്ലാവരും നല്ല ഉറക്കത്തിലാട്ടോ. കാരണം ഇവിടെ എല്ലാവരും ഉറങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു 4:30 ഒരു 3:45-4:30 ആകുമ്പോഴാണ് എല്ലാവരും ടെൻറ്റിനകത്ത് പോയി കിടന്നിന്. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു. അപ്പോൾ തന്നെ എണീറ്റു. നമ്മൾ ഈ പകൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ രാവിലത്തെ കാഴ്ച നല്ലൊരു ഭംഗിയും കൂടിയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കാം അല്ലേ. വിജയപ്പോഴേക്കും കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. നമ്മൾ 3-in-1 അവിടെ ഉണ്ട്. നമുക്ക് അതാണ് ഇവിടെ ഈസി ആയിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മളിപ്പുറത്ത് കെറ്റിലിൽ വെള്ളമൊക്കെ വെച്ചു തിളപ്പിച്ചു. നമ്മുടെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെന്താ വെച്ചാൽ ചൂട് കായാൻ വേണ്ടിയിട്ട് തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചു. നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം അല്ലേ. ഈ 3-in-1 സാധനം ഉണ്ടാവുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി കേട്ടോ. തിളച്ച വെള്ളം വേണമെന്നുള്ളൂ, ജസ്റ്റ് മിക്സ് ചെയ്ത് കുടിക്കുക അത്ര തന്നെ ഉള്ളൂ. നോക്കി നമ്മുടെ അടിപൊളി കാഴ്ചകളാണിട്ടത്. നമ്മളപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മളാ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ എന്നത്തെയും പോലെ തന്നെ വളരെ ശാന്തമായിട്ട്. നമ്മൾ എപ്പോഴും വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ബിസി ആയിട്ടല്ലേ നമ്മൾ പോണത്. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് ഞങ്ങൾ കാം ആൻഡ് ക്വയറ്റ് റിലാക്സ് ആയിട്ടൊരു ഡേ തുടങ്ങി. പക്ഷെ യു എയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഡേ തുടങ്ങിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞാൻ പിന്നെ എൻ്റെ ലൈഫിൽ തന്നെ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ. ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതിന് ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ സ്ഥലം. ഡേയും നൈറ്റും ഞങ്ങൾ ഒരേപോലെ എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. അവരൊന്നും ഇത്രയും എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണതും ടെൻറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണതും ഒക്കെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഇതൊന്നും ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്നത്. നമ്മുടെ ഒരു ലേക്കിൻ്റെ സൈഡിൽ നമ്മൾ നമ്മുടെ ടെൻറ്റ് കെട്ടി 4 സൈഡും ലൈറ്റുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ വീഡിയോയിൽ കാണാം 4 സൈഡും നമ്മൾ ഓരോ ടെൻറ്റും കെട്ടി ഓരോ കാറുകളും ഓരോ ടെൻറ്റും കെട്ടി ആൾക്കാർ താമസിക്കുന്നത് കാണാം. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും. നല്ല തണുത്ത കാറ്റും, ഓൾറെഡി തണുപ്പുണ്ട്, ഒരു തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഈ മകരമാസത്തിലെ തണുപ്പില്ല ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ആ ഹത്തയിലെത്തി അവിടെ ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങുകയാണ്. ആ വഴിയൊക്കെ ശരിക്കും ടാറിട്ട റോഡൊന്നല്ല, ശരിക്കും ഒരു മണ്ണിട്ട വഴിയാണ്. ആ വഴി കൂടെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി എല്ലാവർക്കും വരാം, ഫ്രീ ആണ്. അവിടേക്ക് വരുമ്പോൾ നമ്മൾ ഫുഡും വെള്ളവും സാധനങ്ങളും കൊണ്ടുവരണമെന്ന് മാത്രം, കുടിക്കാനുള്ള വെള്ളം അതൊക്കെ. അവിടെ തന്നെ ബാത്റൂം ഉണ്ട്. ഇതേമാതിരി നല്ല അടിച്ചു കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ എത്തിപ്പെടാനും പറ്റും. നമുക്ക് ഒരു ദിവസം രാത്രി താമസിക്കാനും പകൽ താമസിക്കാനും നമുക്കൊരു ശല്യവും ഇല്ല. എവിടെ കൊണ്ടും ഒരു ശല്യവും ഇല്ല. നല്ല സൂപ്പറായിട്ട് എന്തായാലും പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് പോയി എൻജോയ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെ പോവുക എന്നുള്ളോ അങ്ങനെ വല്ല ആവശ്യമുള്ളവർ കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ പറഞ്ഞ സൂപ്പർ.
അപ്പൊ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ, കണ്ടോ എല്ലാവരും പല്ലൊക്കെ തേച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളിവിടെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിലവർ. അപ്പോൾ ചായ നമ്മൾ ഓൾറെഡി കുടിച്ചാണ്, സൂപ്പൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും എണീറ്റു കേട്ടോ. ഒരാളിവിടെ നമ്മുടെ രാവിലത്തെ ഫുഡൊക്കെ ചൂടാക്കുകയാണ്, കഴിക്കാനുള്ളതൊക്കെ. അതെ, ഒരാൾ ചായ ഉണ്ടാക്കണം. നമ്മൾ ആ ലേക്ക് എന്ന് പറയില്ലേ, അത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ അതാണ്ടോ ആൾക്കാർ എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിലിങ്ങനെ പച്ചപ്പായൽ പിടിക്കുന്നില്ലേ, അതൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്ത് രസമായിട്ടെന്നറിയോ, കുറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ചൂലുമായിട്ടുള്ള സാധനമൊക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ നിന്ന് വന്ന് നോക്കുമ്പോഴേ നമ്മളുടെ ഈ സൈഡ് കംപ്ലീറ്റ് കൃഷി ചെയ്യണ സ്ഥലങ്ങളാണ്. കംപ്ലീറ്റ് പച്ചക്കറി തോട്ടങ്ങളാട്ടോ ഇവിടെ മുഴുവനും. ഒരു സൈഡിൽ ഈന്തപ്പഴത്തിൻ്റെ കുറേ ഈന്തപ്പഴ തോട്ടന്മാർ, അതിൻ്റെ അപ്പുറത്ത് പച്ചക്കറി തോട്ടങ്ങൾ, കുറേ പച്ചക്കറികളുണ്ട്. ചീര, മറ്റേ കുമ്പളങ്ങ, കുക്കുംബർ എന്നൊക്കെ പറഞ്ഞ മാതിരി കുറേ പച്ചക്കറി തോട്ടങ്ങൾ ഈ സൈഡിൽ കംപ്ലീറ്റ് കേട്ടോ. കാരണം നല്ല വെള്ളമല്ലേ അവിടെ, മുഴുവൻ വെള്ളമുണ്ട് കേട്ടോ. ആ സൈഡ് കംപ്ലീറ്റ് കാണുന്നത് വെള്ളമാണ്. അപ്പോൾ ഇതായി നമ്മൾ വന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. സൂപ്പാണ്, നമ്മുടെ സീ ഫുഡ് നൂഡിൽസ് ഇട്ടുള്ള സൂപ്പ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും അപ്പം ഇന്ന് നമ്മളുടെ സൈദിൻ്റെ പിറന്നാളാണ് കേട്ടോ. നമുക്ക് പിറന്നാളും കൂടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ വലിയൊരു കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കേക്കൊന്ന് മുറിച്ചിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. സൈദിന് ഹാപ്പി ബർത്ത്ഡേ. Okay, now. Birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Blow, 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 blow. Wow, why only take. Yeah.
Take the video. Yeah, I will give you. This is my side. Sorry. അപ്പോൾ നമ്മൾ സൈദിൻ്റെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ദേ ദൂരെ നോക്കി ഒരു കുതിരപ്പുറത്ത് ഒരു രാജകുമാരൻ വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ എന്തായാലും കാണാൻ. വെള്ള കുതിരയുടെ പുറത്തൊരു രാജകുമാരൻ. പിന്നെ അപ്പം നമ്മൾ ഇവരത് ചോദിച്ചു കേട്ടോ ഇതെന്താണ് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതിന് 50 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങും ആരെങ്കിലും നമുക്കിങ്ങനെ പോവാന്ന്. എത്ര 50 ദിറംസ് ആണ് ഉണ്ടാവും. അത് അപ്പോൾ അവരിങ്ങനെ റൗണ്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 50 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞ് ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരാമെന്ന്. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വെള്ള കുതിര അതിൻ്റെ മുകളിലൊരു കോട്ടും സൂട്ടൊക്കെ ഇട്ടൊരാൾ. സൂപ്പർ. Good sounds. Let's pray. Taas ay no. Hindi na muna ito. മതി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇന്നത്തെ ഡേയും നമ്മൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ ടെൻറ്റൊക്കെ കെട്ടി നമ്മൾ പോവാൻ റെഡി ആവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെൻറ്റൊക്കെ ഒന്ന് കെട്ടി ഒക്കെ മടക്കി എടുത്ത് വെക്കാം അല്ലേ. എല്ലാവരെയും ടെൻറ്റുകൾ കെട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം അല്ലേ നമ്മളുടെ ടെൻറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും പാക്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ. നമ്മൾ നേരെ അടുത്ത് പോകുന്നത് അടുത്ത സ്ഥലത്തേക്കാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോണത് അടുത്ത സ്ഥലത്തേക്കാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.